നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ ഒരു തിങ്കളാഴ്ച കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഇനിയും ഒരു തിരക്ക് പിടിച്ച ആഴ്ചയുടെ തുടക്കമാണ് അല്ലേ? അപ്പോൾ വാർത്തകൾക്കും ആ തിരക്കും വേഗതയും ഒക്കെ കൈവരുമെന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇതിനോടകം തന്നെ പലയിടത്തും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. പ്രചാരണം ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും ആരംഭിച്ചു കഴിഞ്ഞു. വീടുകൾ തോറും സ്ഥാനാർത്ഥികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം അത് ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ തീയതി കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇനിയുള്ള വാർത്താ ദിനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് തിരക്ക് പിടിച്ചതായിരിക്കും. ഒരുപാട് വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ വിശദമായി തുടങ്ങാൻ പോവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടത്തും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കൊച്ചിയിൽ BJPക്ക് റിബൽ ശല്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചെന്ന ആരോപണത്തിൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന്. പഠന റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ആരോപണത്തിൽ ഉറച്ച് വേണുവിന്റെ കുടുംബം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വീട്ടിൽ നിന്നുണ്ടായ അണുബാധയെന്ന ആശുപത്രി അധികൃതർ. മരിച്ചത് കരിക്കകം സ്വദേശി ശിവപ്രിയ. ചികിത്സാ പിഴവെന്ന് ആവർത്തിച്ച് കുടുംബം. ബീഹാറിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ. 2ാം ഘട്ടത്തിലെ ജനവിധി 122 മണ്ഡലങ്ങളിൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ വൈകിട്ട് മുതൽ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 2 പേരെയും റാന്നി കോടതിയിൽ ഹാജരാക്കും. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സന്നിധാനത്തെ തെളിവെടുപ്പ് മണ്ഡലകാലത്തിന് മുൻപ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ അന്വേഷണ സംഘം. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താൻ സാധ്യതയേറുന്നു. CSKയും രാജസ്ഥാൻ റോയൽസും ധാരണയിലെത്തിയെന്ന് സൂചന. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാം കർണും രാജസ്ഥാനിലേക്ക്. IPL ഗവേണിംഗ് കൗൺസിലിന് ഉടൻ സമ്മതപത്രം കൈമാറിയേക്കും. വിശദമായി നമ്മൾ കടക്കുകയാണ് വാർത്തകളിലേക്ക്. അപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും വോട്ടെടുപ്പ്. ഈ മാസം അവസാനവും ഡിസംബർ ആദ്യ വാരത്തിലുമായി നടക്കാനുള്ള സാധ്യത. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് 2 ഘട്ടമായി വോട്ടെടുപ്പ് നടത്തുന്നത്. ഡിസംബർ 21-ന് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന തരത്തിലായിരിക്കും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ക്രമീകരിക്കുക. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. കേരള കോൺഗ്രസുമായി തലസ്ഥാനത്ത് നിലനിൽക്കുന്ന തർക്കം സൗന്ദര്യപ്പിണക്കം മാത്രമെന്ന് KS ശബരിനാഥൻ. 50 സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. മത്സരം ആരൊക്കെ തമ്മിൽ എന്നത് വിഷയമല്ലെന്നും ശബരിനാഥൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തലസ്ഥാനത്ത് വാശിയേറുന്ന തീപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമെന്നുറപ്പാണ്. അവിടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. എന്നോടൊപ്പം മേയർ സ്ഥാനാർത്ഥി കൂടിയായ KS ശബരിനാഥൻ ചേരുന്നു. ശബരി, ആദ്യഘട്ട പ്രചാരണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് എല്ലായിടങ്ങളും. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? അല്ല, ആദ്യമേ തിരുത്ത്, മേയർ സ്ഥാനാർത്ഥിയല്ല, ഈ പാനലിൽ മത്സരിക്കുന്ന ഒരാൾ. പാർട്ടിയുടെ കാര്യങ്ങളും നമ്മുടെ വികസനാശയങ്ങൾ പറയാനോ മാധ്യമമായിട്ട് ഞാൻ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ടാഗും പേരും ഒന്നും വേണ്ട. പക്ഷെ നന്നായിട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ചുമരെഴുത്ത് നടന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. നമ്മുടെ പ്രവർത്തകർ നേതാക്കളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ മാത്രമല്ല, മൊത്തത്തിൽ
ഒരു ഉണർവുണ്ട്. ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്ര, ഞാൻ എൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശത്ത് പോയപ്പോൾ പ്രത്യേകിച്ച് നമ്മളതൊന്ന് പേട്ട കഴിഞ്ഞ് ചാക്ക കഴിഞ്ഞ് വെട്ടുകാട് വാർഡിൽ കയറി, പിന്നെ അത് വലിയതുറയിൽ കയറി, ഭീമാപ്പള്ളി കയറി, പൂന്തുറയിൽ സമാപിച്ചപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, യുവാക്കൾ ഒരു നിയമസഭാ ഇലക്ഷന് കാൻഡിഡേറ്റ് കൊണ്ടുപോകുന്നതാണ് പോലെയാണ് നമ്മൾ വാർഡിലെ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയത്. അതുകൊണ്ട് വലിയ ആവേശമാണ്. പരമ്പരാഗത കോൺഗ്രസ് മേഖലകളും അതോടൊപ്പം കോൺഗ്രസിന്റെ ഇന്ന് പോയ പഴയ മേഖലകളും പുതിയ മേഖലകളും എല്ലായിടത്തു നിന്നും വോട്ട് വന്നുകൊണ്ട് കൃത്യമായിട്ട് 50 സീറ്റിൽ കൂടുതൽ കിട്ടി ഇത്തവണ UDF കോർപ്പറേഷൻ തരും. ഓക്കെ, അപ്പോഴും ഒരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. ഇവിടെ അടക്കം താങ്കൾക്കെതിരെ മത്സരിക്കും എന്നൊരു വിഭാഗം പറയുന്നു, നിർത്തത്തില്ലെന്ന് മറ്റൊരു വിഭാഗം പറയും. ഇതിൽ എന്താണ് അവര് തർക്ക പരിഹാരത്തിന് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട്? അല്ല, അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ UDFനകത്തുള്ള അറിയാമല്ലോ നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷെ എന്നിട്ടും അതിൽ വളരെ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബത്തിനകത്തുള്ള ചെറിയ തർക്കമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സ്നേഹത്തിലുള്ള എന്താ ഒരു സൗന്ദര്യപ്പണക്കം അത് എന്തായാലും ലീഡർഷിപ്പ് ഇടപെട്ട് ക്ലിയർ ചെയ്യും. ഒറ്റക്കെട്ടായിട്ട് UDF ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു വാമപ്പ് ഫേസ് നമ്മൾ നന്നായിട്ട് കളിച്ചു. ഏതൊരു മാച്ച് കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് അത്യാവശ്യമാണ്. നമ്മുടെ വാമപ്പ് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ചേട്ടനും വേണ്ട സാറും എല്ലാവരും വാമപ്പ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. കൂടെ ഞാനും ടീമിൽ വന്നു. ഇപ്പോൾ വാമപ്പ് കവടിയാർ നന്നായിട്ട് നടക്കുന്നു, ബാക്കി വാർഡിൽ നടക്കുന്നു. അതിനുശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം പതുക്കെ കളിക്കളത്തിലോട്ട് കയറി കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു ആവേശം തരുന്ന പ്രതികരണം ലഭിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഹൗ ആർ യു? അല്ല, അതാ നേരത്തെ കണ്ടില്ലേ, എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺഗ്രസ് നേരത്തെ ഇറങ്ങി സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായിട്ട് ഇറക്കി എന്നുള്ള ഒരു ആവേശം ഇതുണ്ട്. പിന്നെ ഇപ്പം എന്നെ അറിയാവുന്ന ആളുകൾ, എന്നോട് പഠിച്ച ആളുകളുമൊക്കെ ആദ്യം ഈ തീരുമാനത്തെ സംശയിച്ച ആളുകളൊക്കെ ഇത് കറക്റ്റ് തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആണ്, സന്തോഷമാണ്. പക്ഷെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ, അഹങ്കാരമില്ലാതെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി, നമ്മൾ ചിട്ടയായിട്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും. വോട്ടിരിക്കുന്ന വീട്ടിലാണ്, നമുക്ക് നന്നായിട്ടറിയാം. ഈ ബഹളത്തിലൊന്നുമല്ല. അത് ഏറ്റവും നല്ല അറിയാവുന്ന ഏറ്റവും നല്ല പ്രവർത്തകരുള്ള സ്ഥലമാണ് കവടിയാർ. ആ വീട്ടിലെ വോട്ടിൽ അവരും ഇറങ്ങുന്നുണ്ട്, ഞാനും ഇറങ്ങുന്നുണ്ട്, നമ്മൾ വാർഡിലും പൂർണ്ണമായിട്ട് ഇറങ്ങുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി. എന്തായാലും ഇത്തവണ തിരുവനന്തപുരം UDFനാണ് നമ്മൾ വിശ്വാസത്തിലാണ്. അപ്പൊ ഇവിടെ പോരാട്ടം ആര് തമ്മിലായിരിക്കും? UDFും BJPയും ആകുമോ, UDF CPM ആകുമോ? ഞാൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പല ഭാഗങ്ങളിലും BJPക്ക് വേരോട്ടമുണ്ട്, പല ഭാഗങ്ങളിലും CPMന് വേരോട്ടമുണ്ട്, കൂടുതൽ ഭാഗങ്ങളിൽ കോൺഗ്രസിന് വേരോട്ടമുണ്ട്. കോൺഗ്രസ് ആണ് ഒരു ട്രസ്റ്റഡ് ബാൻഡ്. നമ്മൾ ഒന്നാമതെത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഒന്നാമത് കോൺഗ്രസ് എത്തും. അപ്പോൾ എല്ലാ വിജയാശംസകളും. ഓക്കെ, വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, ഈ ഒരുക്കങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25 തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 2020 ഡിസംബർ 21 നിലവിലുള്ള ഭരണസമിതികൾ അധികാരമേറിയത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡിസംബർ 21 പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടതുണ്ട്. അപ്പോൾ ആ ഡിസംബർ 21 മുൻപായി തന്നെ ഫലപ്രഖ്യാപനമൊക്കെ നടത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് പുതിയ ഭരണസമിതിക്ക് അധികാരമേറാനുള്ള ഒരുക്കങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ ഇന്ന് തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ന് തന്നെ അത് ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നാളെ ആയേക്കാം എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതാ പുറത്തേക്ക് വരികയാണ്. എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും ഡിസംബർ 21 മുൻപ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിലേറും. അതിനു മുമ്പ് തന്നെ വോട്ടെണ്ണൽ അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു തുടക്കത്തിൽ നമുക്ക് മുന്നിലുള്ള സൂചന. പക്ഷേ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഇപ്പോൾ ഉറപ്പിക്കാം, അല്ലേ?
തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെയൊക്കെ ഈ ഒരു പ്രഖ്യാപനമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലിപ്പോ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവരും നേരത്തെ തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ മൂന്ന് മുന്നണികളും പ്രധാനമായും നേരത്തെ തന്നെ നടത്തി നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് ആദ്യം തന്നെ കോർപ്പറേഷനുകളിലും ഒപ്പം തന്നെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ജില്ലാ കമ്മിറ്റികളിലൊക്കെ ആയാലും കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥിയെ തുടക്കം മുതൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പ്രചരണ രംഗത്ത് സജീവമാകുന്ന പശ്ചാത്തലം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിലെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് CPMന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് അറിയാമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളും തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സ്വാഭാവികമായും ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തോടു കൂടിയോ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എത്ര ഘട്ടമായിരിക്കും, കഴിഞ്ഞ തവണ 3 ഘട്ടങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എത്ര ഘട്ടത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതൊരു സെമി ഫൈനൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിലൊക്കെ, അതായത് 2009 ശേഷം, അതായത് 2011 ശേഷം ഇത്തരത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ 2010 ശേഷം വലിയ മുന്നേറ്റം നടത്താൻ ഇതുവരെയും UDFനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ വട്ടവും അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും LDFന് കൂടുതൽ മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF നേതൃത്വം രംഗത്തിറങ്ങുന്നത്. നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ധാരണയായിട്ടുണ്ടായിരുന്നു. ഇനി വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമാണ് ഈ ധാരണയിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏവരും ശ്രദ്ധയാർജിക്കുന്ന അല്ലെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് LDFും BJPയും നേർക്കുനേർ വരുന്ന മത്സരം. ഇത്തവണ കോൺഗ്രസ് കൂടി ആദ്യം KS ശബരിനാഥൻ എന്ന യുവമുഖത്തെ രംഗത്തിറക്കിക്കൊണ്ട്, മുൻ MLA രംഗത്തിറക്കിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സീറ്റ് വിഭജന ചർച്ചകളും അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് LDFിൽ ഒപ്പം തന്നെ BJPയിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS ഈ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് വിഭജനത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ തങ്ങളെ പരിഗണിച്ചില്ല. 20 സീറ്റുകളിൽ തങ്ങൾ തനിച്ച് മത്സരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം BDJSന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൽ ചില അനുനയ ചർച്ചകൾ ഇന്ന് BDJSുമായി BJP സംസ്ഥാന നേതൃത്വം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലും അനുനയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും NDA ശ്രമിക്കുക. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, പറ്റാവുന്ന അത്ര ഇടത്ത് കളം നിറയുക, കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP നോക്കിക്കാണുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ മിഥുൻ. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നുപോലും സംസ്ഥാന അധ്യക്ഷൻ നിലപാടെടുക്കുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം. തീർച്ചയായും ആര്യ, അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അത് ഒരിക്കലെങ്കിൽ ഞങ്ങൾക്ക് തരൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഭരിക്കാൻ ഒരു അവസരം തരൂ, അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കൂ എന്ന തരത്തിലുള്ള പ്രചരണം അവർ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ LDFനെ സംബന്ധിച്ച് അവരുടെ സീറ്റ് അവർക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്ക് വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തുടർ ഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 2015 35 UDFന് സീറ്റ് ലഭിച്ചപ്പോൾ 2020 വന്നപ്പോൾ അത് 10 ചുരുങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം അത് 8 ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം. അത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു
പരാജയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും നേരിടേണ്ടി വന്നത്. ആ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ സീറ്റുകൾ എങ്ങോട്ടേക്ക് പോയി, ആ വോട്ടർമാർ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരവും ഉണ്ടായിരുന്നു. അതായത് ബി.ജെ.പിക്ക് കൃത്യമായ മേൽക്കൈ. 2010 6 സീറ്റിൽ മാത്രമുണ്ടായിരുന്ന NDA സഖ്യം അത് പിന്നീട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് 35 സീറ്റുകളിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സീറ്റുകൾ തിരികെ പിടിക്കുക എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് UDF-ഉം രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് നടക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ LDF ഉണ്ട്, അവർ ഭരണം നിലനിർത്താൻ രംഗത്തുണ്ട്. വികസന കാര്യങ്ങളും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ അത് ആ പദ്ധതികൾ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഒപ്പം തന്നെ ഈ മെട്രോ വരുന്നതിന്റെ കാര്യം, മെട്രോ യുടെ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ കേരളത്തിൽ, അതും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്ത് മെട്രോയുടെ പ്രാരംഭ നടപടികൾ, അതിൽ DPR അടക്കം അനുമതി ലഭ്യമായിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരം മുഖ്യമന്ത്രി തന്നെ പങ്കുവെക്കുകയും ചെയ്തതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ വിഷയങ്ങൾ, വികസനത്തിലൂന്നിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും സ്വാഭാവികമായും LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. മറ്റൊന്ന് കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ നിരവധി വിഷയങ്ങളിൽ BJP-യും ഒപ്പം തന്നെ കോൺഗ്രസും UDF-ഉം സമരമുഖത്തുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കാം ഇവരുടെ ഒരു പ്രചരണം എന്നുള്ളതാണ്. എന്തായാലും ഈ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇത്തവണ UDF നേതൃത്വം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം തന്നെ പറയാതെ പറയുന്നത് 15 മുതൽ 20 സീറ്റ് വരെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ BJP-ക്കായിരിക്കാം സ്വാഭാവികമായും അത്തരത്തിലൊരു അടി അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാവാൻ പോകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് അവരുടെ സീറ്റുകൾ തിരിച്ചു പിടിച്ചാൽ അത് കോർപ്പറേഷൻ തലത്തിൽ LDF-നെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഘടകമായി മാറും. അവർക്ക് വീണ്ടും അധികാരത്തിൽ തുടരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകടനം സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ളതാണ് അവരും പ്രതീക്ഷ വെക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം, അതിൽ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമടക്കം പുറത്തിറങ്ങുകയും ചെയ്യും. അതെ, ഇനി എത്ര ഘട്ടമായിട്ടായിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കാം എന്നുള്ള സൂചനകളാണ് നമുക്ക് മുന്നിലുള്ളത്. നവംബർ അവസാന മാസവും ഈ മാസം അവസാനവും ഡിസംബർ ആദ്യവും ആയിട്ടായിരിക്കാം ഈ 2 ഘട്ടങ്ങൾ നടക്കുക, അല്ലേ? തീർച്ചയായും സ്വാഭാവികമായി അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നൊക്കെ വളരെ ആകാംക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് നിരവധി വാർഡുകൾ ഇത്തവണ പഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്ക് തലത്തിലായാലും ഒക്കെ കൂടുതൽ വാർഡുകൾ, ഡിവിഷനുകളൊക്കെ കൂടിച്ചേർന്ന ഒരു പശ്ചാത്തലമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ കൂടുതൽ ഡിവിഷനുകൾ ഇത്തവണയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്കാണ് ഇത്തവണ മത്സരിക്കുന്നത്. മുന്നണികളൊക്കെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അന്തിമമാക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യം. ഇന്നടക്കം പല ജില്ലകളിലും ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള ഡിവിഷനുകളിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കോട്ടയം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ മലപ്പുറത്തെ നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോഴും ഇത് സംബന്ധിച്ച് ചില ധാരണകൾ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട മുന്നണികളിൽ ഉണ്ട് എന്നുള്ളതാണ്. അക്കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എന്തായാലും സ്വാഭാവികമായും ഈ വിജ്ഞാപനം ഇറങ്ങുന്നതോടുകൂടി ഇന്ന് മുതൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം തന്നെ കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച അവർ മണ്ഡലത്തിൽ സജീവമായി അവരുടെ വാർഡുകളിലൊക്കെ സജീവമായി തന്നെ പ്രചരണത്തിന് രംഗത്തിറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും ഒപ്പം തന്നെ കോർപ്പറേഷനുകൾ 6 കോർപ്പറേഷനുകളിലായാലും ഒക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം LDF-നാണ് കൂടുതൽ മേൽക്കൈയുള്ളത്. കോഴിക്കോടും ഈ സീറ്റ് ഇത്തവണ തിരിച്ച് ഇത് നിലനിർത്തുന്നതിന് വേണ്ടി, കോർപ്പറേഷൻ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതേസമയം UDF ആ ഭരണം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കൈവിട്ടു പോയിട്ടുള്ള കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എന്തായാലും കണ്ണൂരിൽ മാത്രമാണ് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് UDF-ന് കോർപ്പറേഷൻ ഏകഭരണം ലഭ്യമായത് കണ്ണൂരിൽ മാത്രമാണ്. മറ്റ് 5 ഇടങ്ങളിലും തോൽവി സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രത്യേകിച്ച് കൊച്ചിയിൽ LDF-ന്റെ ഒരു വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണ നമ്മൾ കാണുകയും ചെയ്തതാണ്. വളരെ കുറഞ്ഞ സീറ്റുകൾക്കാണ് UDF-ൽ നിന്ന് ഭരണം LDF പിടിച്ചെടുക്കുകയും ചെയ്തത്. അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാവും തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്
പ്രഖ്യാപനം ഇറങ്ങുന്നതോടുകൂടി വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ തന്നെയായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വിവിധ വിഷയങ്ങൾ, വിവിധ പ്രാദേശിക വിഷയങ്ങൾ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. പഞ്ചായത്ത് തലങ്ങളിലുള്ള, വാർഡ് തലങ്ങളിലുള്ള എല്ലാ വിഷയങ്ങളും വോട്ടർമാർക്കിടയിലേക്ക് വരും. എന്തായാലും ഇനി ഉള്ള കാത്തിരിപ്പാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഒരു മാസത്തെ സാവകാശം ഈ പ്രചരണ രംഗത്ത് സജീവമാകാൻ ഈ കാൻഡിഡേറ്റ്സിന് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അത്രത്തോളം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഒപ്പം തന്നെ ഈ ജില്ലാ പഞ്ചായത്തുകളിലേക്കും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടമായി നടന്നിട്ട് രണ്ടാമതായി കോർപ്പറേഷൻ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ നടക്കാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. യെസ്, എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ട്. 12 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 941 പഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കും മട്ടന്നൂർ ഒഴികെ 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടെ ഇപ്പോൾ മട്ടന്നൂരിന്റെ കാര്യം സൂചിപ്പിച്ചത്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി 2027 വരെയാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും സംവരണ വാർഡുകളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും ഒക്കെ നറുക്കെടുപ്പ് ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാക്കിയിരുന്നു. 2020 കോവിഡ് കാലത്ത് ഡിസംബർ 8, 10, 14 അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അതേസമയം 2015 2 ഘട്ടമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അല്ലാത്തതിനാൽ തന്നെ 2 ഘട്ടമായി തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള സൂചന. സമയക്രമം പ്രഖ്യാപിച്ചാൽ വിജ്ഞാപനത്തിന് ചെറിയ ഇടവേളയുണ്ടാകും. വിജ്ഞാപനം വന്ന് ഒരാഴ്ചയ്ക്കകം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കണം. സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം തയ്യാറായാൽ 14 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസമായിരിക്കും ഈ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി ലഭിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച് വന്നതുപോലെ തന്നെ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെയും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തമായ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പോൾ ഇതാ പ്രമുഖർ ഏറ്റുമുട്ടുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. ജനസേവനത്തിന് ലഭിച്ച അവസരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വമെന്ന് ആർ ശ്രീലേഖ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതിലേക്ക് ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയിലെ VIP ആണ് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ആർ ശ്രീലേഖ ജനവിധി തേടുന്നത്. എന്നോടൊപ്പം ചേരുന്നു. മാഡം, എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തെ? വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനസേവനമാണ് ഇനി ഇപ്പോൾ ലക്ഷ്യം. അതായത് മുൻ DGP ആയിട്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു നഗരസഭയിലെ വാർഡിൽ വന്ന് മത്സരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അതങ്ങ് വിശ്വസിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വലുത് ചെറുതെന്നൊന്നും ഇല്ലല്ലോ, എല്ലാം പ്രധാനമല്ലേ. നമ്മുടെ ഏറ്റവും അടിത്തറ അതാണല്ലോ. ഭരണം എന്ന് പറയുന്നതിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വാർഡിനല്ലേ തുടങ്ങുന്നത്. അപ്പൊ അതൊന്നും അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. സേവനം എവിടെയും സേവനമാണ്. അപ്പൊ ഇവിടുന്ന് ഒരു തുടക്കം അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. തരുന്ന സ്ഥലത്ത് ജനങ്ങളുടെ പരമാവധി സേവനം ഉറപ്പാക്കുക, വികസനം പരമാവധി ഉറപ്പാക്കുക. അപ്പം വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും. അപ്പൊ പ്രചാരണമൊക്കെ എങ്ങനെയായിരിക്കും? ഇന്ന് തന്നെ തുടങ്ങുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതും പ്രചരണത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഓക്കെ. അപ്പൊ വളരെയധികം നന്ദി. എന്തായാലും വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പ്. ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞതിന്റെ പ്രതീക്ഷയിലാണ് നേതൃത്വവും. ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ഒരു ചെറിയ ഇടവേള കൊടുക്കുകയാണ്. കൊച്ചിയിൽ നിന്നൊരു പുതിയ വാർത്ത വരുന്നുണ്ട്. കൊച്ചി തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. ഇതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 1,38,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ മിനിസ്റ്റർ അറിയിച്ചോ? ചുറ്റുമുള്ള പ്രദേശങ്ങൾ
പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അധികൃതർക്ക് ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ് ഈ തമ്മനത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭിത്തി ഒരു ഭാഗം തകർന്നു വീണത്. ഒരു 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. തകർന്നതിന് ശേഷം ഈ പ്രദേശവാസികളുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും വാഹനങ്ങൾക്ക് കേടുപറ്റുകയും മതിലുകളെല്ലാം ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞു പൊളിയുകയും അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആളുകളെല്ലാം പരിഭ്രാന്തരായിരുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആദ്യമായാണ് ഇത്തരം ഗുരുതരമായ ഒരു ടാങ്ക് പൊട്ടലുണ്ടായത്. മുൻകാലങ്ങളിൽ വെള്ളം ലീക്ക് ചെയ്യുമായിരുന്നു, ഓവർഫ്ലോ ചെയ്യുമ്പോൾ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു ടാങ്ക് പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അതിന് മാത്രം ഭയാനകമായ രീതിയിലാണ് വെള്ളം കുത്തൊഴുക്കുണ്ടായത്. ആളുകളെല്ലാം പരിഭ്രാന്തിലാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളും ആളുകളുടെ വീട്ടിൽ വെള്ളം കയറി ഫ്രിഡ്ജ് അടക്കമുള്ള സാധനങ്ങൾ നശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഡാനി, ഒരു വലിയ പെരുമഴക്കാലത്ത് എങ്ങനെയാണോ വീടുകളിലൊക്കെ വെള്ളം കയറുക, സമാനമായ രീതിയിലൊരു സാഹചര്യമാണല്ലേ? ഇതിൽ വലിയ രീതിയിലേക്ക് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നതിനേക്കാൾ ഇരട്ടിയോടുകൂടിയാണ് ഇത്. ഏതാണ്ടൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പോലെ എന്നാണ് പരിസരവാസികൾ പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് വെള്ളം കുതിച്ചെത്തുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് അറിയില്ല. കാരണം ഇന്നലെ മഴയൊന്നും ഉള്ള ഒരു സമയമല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരത്തെ മഴ പെയ്തിരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പക്ഷെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെയും എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇരച്ച് വെള്ളം എത്തുന്നു. ചുറ്റുമതിലുകൾ, പല വീടുകളിലെയും ചുറ്റുമതിലുകൾ തകരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ വരെ ഏതാണ്ട് ഒഴുകി നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അവിടെ സമീപത്തൊരു കാറ് തന്നെ മതിൽ ഇടിഞ്ഞു വീണ് അതിന് അകത്ത് പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ഭീതിതമായ ഒരു സാഹചര്യമാണ് പുലർച്ചെ അവർ കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ വന്നു. പിന്നീടാണ് ഈ വലിയ കുടിവെള്ള സംഭരണി ഏതാണ്ട് 1.5 കോടിയോളം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ഒന്ന്. അത് അതിന് ചുറ്റുമതിൽ തകർന്നു അതാണ് വരുന്നത്. ഇതിൽ പൂർണ്ണമായും വെള്ളം ഒഴുകി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഏതാണ്ട് 80% വെള്ളം അതിൽ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. 1 കോടിയിലധികം ലിറ്റർ വെള്ളം അതിലുണ്ടായിരുന്നു എന്നാണ്. അത് മുഴുവനായിട്ട് ഒഴുകി പരക്കുന്നു. ചുറ്റുപാട് വീടുകളിലേക്ക് കയറി. സമീപത്തെ ഹെൽത്ത് സെന്ററിലെ അത് പൂർണ്ണമായും വെള്ളം ഒഴുകി കയറി ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്കുന്നു. മരുന്നുകളെല്ലാം വെള്ളത്തിൽ നനഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. വെള്ളം ഇപ്പോൾ അത് ഒഴുകി മാറുന്നുവെങ്കിലും അത് സൃഷ്ടിച്ച ഒരു ഭീകരാവസ്ഥ ചെറുതല്ല. ആ സമയത്ത് സൃഷ്ടിച്ച ഭീകരാവസ്ഥ ചെറുതല്ല. എന്താണ് സംഭവിച്ചതെന്ന് അടക്കം ആളുകൾക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ വെള്ളം കയറി ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ നിരവധിയായ വീടുകളുടെ ചുറ്റുമതിൽ തകർന്നു. വീടുകൾക്ക് അകത്തേക്ക് വെള്ളം അടിച്ച് കയറിയിരിക്കുന്നു. ഈ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഒഴുകിയെത്തിയ വെള്ളം പലയിടങ്ങളിലും ഒരു കുടിവെള്ള ഈ പ്ലാസ്റ്റിക് ടാങ്കുകളുണ്ട്, കുടിവെള്ള സംഭരണം, അതെല്ലാം തകർത്തു. അങ്ങനെ വലിയ രീതിയിലൊരു നാശനഷ്ടം ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 20-ലധികം വീടുകൾക്ക് ഈ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ രാത്രി 2 മണിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇത്രത്തോളം വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറി വരിക എന്ന് പറയുമ്പോൾ വല്ലാതെ ഭീതിയിലായി പോയി കാണുമല്ലോ ആ ജനങ്ങൾ. അതാണ് അതിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കാരണം പുലർച്ചെ സംഭവിക്കുന്നു, മഴയില്ല. എന്താണ് ഇതിന് കാരണമെന്നത് പോലും ആളുകൾക്ക് ഓർത്തെടുക്കുന്നതിന് മുമ്പ് വെള്ളം കയറി വീട്ടുകളിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ചുറ്റുവട്ടത്ത് ഒരു കുടിവെള്ള സംഭരണിയുണ്ട്, അത് ഇങ്ങനെ ഈ വിധം തകർന്നതാണ് എന്നുള്ള അതൊന്നും ചിന്തയിലേക്ക് വരുന്നില്ല. കാരണം അത്ര പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആളുകൾക്ക് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് എവിടുന്ന് ഒഴുകി എത്തിയതാണ് എന്നതെല്ലാം മനസ്സിലാകുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം നേരത്തെയും ഇത് ചെറിയ അവിടെ ഈ തമ്മനം ഭാഗത്തെല്ലാം തന്നെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് ഒരു നിത്യസംഭവം എന്ന പോലെയാണ്. കാരണം ആ ഭാഗങ്ങളിലെല്ലാം തന്നെ 50 വർഷത്തിന് മേലുള്ള പഴയ പ്രിമോസ് പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളം പൊട്ടി പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ചുറ്റുപാടുള്ള വീടുകളിൽ കയറാറുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയധികം വെള്ളം പുറത്തേക്ക് വരില്ല, ഇത്രയധികം വീടുകളിലേക്ക് കയറില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണമാണ് ഈ കുടിവെള്ള സംഭരണി തന്നെയാണ് പൊട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ആളുകൾ വീടുകൾ വൃത്തിയാക്കുക, ആ രീതിയിലേക്കെല്ലാം തന്നെ പുലർച്ചെ മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. അതെല്ലാം തീർത്തു പോകുന്നു. പക്ഷേ മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്രയധികം സംഭരണ ശേഷിയുള്ള കുടിവെള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഇത് കൂടുതലായും ആലുവയിൽ നിന്ന് ശുദ്ധജലം പമ്പ് ചെയ്ത് ഇവിടെ സംഭരിച്ച് പിന്നീട് തൃപ്പൂണിത്തുറ, പേട്ട തുടങ്ങിയ ഭാഗങ്ങളിലേക്ക്, തൈക്കോടം തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം
ആയിട്ടുള്ള മേഖലകളിലേക്ക് പമ്പ് ചെയ്യാനാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ മേഖലകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് താറുമാറായിരിക്കുന്നത്. ഇനി ടാങ്ക് അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് അത് പൂർവ്വസ്ഥിതിയിലാക്കുക, പുനർനിർമ്മിക്കുക എന്നതെല്ലാം തന്നെ ഇനി വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റ് സംവിധാനങ്ങൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഈ മേഖലയിൽ നീങ്ങുകയാണ്. കൊച്ചി പരിസരത്തും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ബാക്കിപത്രമായി വരുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്രതീക്ഷിതമായി വല്ലാത്തൊരു ദുരിതത്തിലേക്ക് തമ്മനത്തെ ജനത കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി തമ്മനത്താണ് കുടിവെള്ള ടാങ്ക് തകർന്ന വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയത്. ഗൃഹോപകരണങ്ങളെല്ലാം നശിച്ചു, വാഹനങ്ങൾ നശിച്ചു, ചുറ്റുമതിൽ ഇടിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി 2 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. വല്ലാത്തൊരു ദുരിതത്തിലേക്ക് ആ ജനത പോയിരിക്കുന്നു. മാത്രമല്ല ഇനി കൊച്ചി മേഖലകളിലൊക്കെ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും വല്ലാത്ത രീതിയിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും എന്നതും ഇതിന്റെ ബാക്കി പത്രമായി നിലനിൽക്കും. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ പുലിയുടെ ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. ബൈക്കിൽ പോവുകയായിരുന്ന വട്ടക്കോട്ടത്തറ സ്വദേശി ജയറാം, മേലേക്കോട്ടത്തറ സ്വദേശി ഗൗതം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ആക്രമണം. வண்டியில வந்துட்டு இருந்தோம், இறக்கத்துல வந்துட்டு இருக்கிறப்ப 2 சிறுத்தை அந்த செவுத்து மேல இருந்தது. அந்த செவுத்து மேல இருந்தது ஒண்ணு பம்பி எங்களை பார்த்தனமே பம்பி செடிக்குள்ள போச்சு. அந்த செடிக்குள்ள போனதுதான் நாங்க பயந்துட்டு தான் அந்த செவுத்து மேல இருக்கிறத பார்த்துட்டு நாங்க கத்துனா அது போயிருன்னு நினைச்சிட்டு நாங்க வண்டியில வந்துட்டு இருந்தோம். கரெக்டா வர்றப்போ அந்த செகண்டோ செடிக்குள்ள இருந்து பாஞ்சு வந்ததுமே இவன் காலை பிடிச்சிருச்சு. நகத்தோட பிடிச்சி நான் முறுக்கிட்டு நாங்கள் வாட்டுக்கு வந்துட்டோம். வந்தனமே இங்கே ஆஸ்பத்திரி வந்து പ്രജിത്ത് കോങ്ങാട് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഇത് ജനവാസ മേഖലയിലേക്ക് എത്തിയായിരുന്നോ ഈ പുലിയുടെ ആക്രമണം? ആര്യ, ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയായിരുന്നു പുലിയുടെ ആക്രമണം. ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 പേർക്ക് നേരെയാണ് പുലി പാഞ്ഞെടുത്തത്. 2 പുലികൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇത് മെയിൻ റോഡല്ല, വനമേഖലയോട് ചേർന്ന റോഡാണ്. അവർ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പുലി ഇവരെ ആക്രമിച്ചത്. അത് ഒരു പൊന്തക്കാട്, റോഡ് സൈഡിലുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് ഓടി മാറി. ഇവര് പുലിയെ കണ്ടപ്പോൾ ശബ്ദമുണ്ടാക്കി പുലിയെ ആട്ടിവിടാൻ ശ്രമിക്കുകയും പുലി സമീപത്തുള്ള പൊന്തക്കാട്ടിലേക്ക് ഒളിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ വേറൊരു പുലി സമീപത്തുള്ള ഒരു മതിലുണ്ടായിരുന്നു, മതിലുടെ മേലെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ പുലിയെ നിലവിളിച്ചും ഒച്ചവെച്ചും അതിനെ ആട്ടിവിടാൻ ശ്രമിക്കുന്ന സമയത്താണ് പൊന്തക്കാട്ടിലുള്ള പുലി ബൈക്കിന്റെ ബാക്കിലിരിക്കുന്ന ഗൗതമിന്റെ കാലിലേക്ക് കടിക്കുന്നത്. അപ്പൊ തന്നെ കാലിൽ നിന്ന് നിലവിളിച്ച് പിന്നെയും പുലി വീണ്ടും പൊന്തക്കാട്ടിലേക്ക് ഓടുകയാണ് ഉണ്ടായിരുന്നത്. ഈ പരിക്കേറ്റവർ ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആര്യ, പ്രജിത്ത് കോങ്ങാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്ക കടത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ഗുരുതര പ്രതിസന്ധിയിലാണ് രാജ്യം ഉള്ളത്. 37.8 ലക്ഷം കോടി ഡോളറായി രാജ്യത്തിന്റെ കടം ഉയർന്നു. ഇത് നിക്ഷേപകരെയും ആഗോള വിപണിയെയും കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ഫെഡറൽ കടത്തിന്റെ GDP അനുപാതം 100% അടുത്താണെന്നും അത് ഉയരുകയാണെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എന്താണ് അമേരിക്കയുടെ ഒരു സാഹചര്യം? ഈ ട്രംപ് ഭരണകൂടത്തിന്റെ പാളിച്ചകൾ അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നതായിട്ടുള്ള ചില ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിമാസം ഈ തിരിച്ചടയ്ക്കാനുള്ള പലിശ മാത്രം ഏകദേശം 1.2 ലക്ഷം കോടി രൂപ, അതായത് കോടി ഡോളർ വരുന്നു. അത് ആ രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കടബാധ്യത നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ഫെഡറൽ കടത്തിൻ്റെ കാര്യത്തിൽ അത് GDP അനുപാതം ഏകദേശം 99.9% ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം. അത് ഈ രീതിയിലുള്ള പ്രവണതകൾ തുടർന്നു പോയാൽ വരും വർഷങ്ങളിൽ തന്നെ അത് 102% ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് തള്ളിക്കളയാനാകില്ല എന്നുകൂടി സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ട്രംപ് ഭരണകൂടത്തെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇത് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് GDP വളർച്ച 4.5%
മാത്രമാകുമെന്നുള്ള ഒരു പ്രവചനങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോളതലത്തിലെ ആഗോള സമ്പന്നരായി കണക്കാക്കപ്പെടുന്ന ഒന്നാമൻ അത്തരത്തിൽ അമേരിക്കയെ പോലുള്ള ഒരു രാഷ്ട്രം ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഈ എല്ലാ കാലങ്ങളിലും പ്രഖ്യാപിക്കുന്നതാണ് ഇത്തരത്തിലൊരു ഷട്ട് ഡൗൺ രാജ്യത്തെ സംബന്ധിച്ച്. അത് 2019 35 ദിവസം നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു ഷട്ട് ഡൗൺ അതായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അനന്തമായി ഇങ്ങനെ നീളുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 37 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഷട്ട് ഡൗണിലേക്ക് ഇപ്പോൾ അമേരിക്ക പോവുകയാണ്. ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ വരുന്ന ബജറ്റിലേക്ക് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ധനാനുമതി ബില്ല് പാസ്സാക്കാനോ അല്ലെങ്കിൽ അത് ഒപ്പുവെക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ആ ഒരു പോര് അത് രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതുവരെയും ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് സമീപകാല ബജറ്റ് കണക്കുകൾ കാണിക്കുന്നതനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി മാത്രം ഏകദേശം 1.809 ലക്ഷം കോടി ഡോളർ, അതായത് GDP-യുടെ 6% കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ധനക്കമ്മി മാത്രം നോക്കുമ്പോൾ 6.7% എത്തിയേക്കാം. അത്രത്തോളം രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഇത് ധനമേഖലയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ തീരുവകളിലൂടെ ചെലവ് നികത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ട്രംപ് ഭരണകൂടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ കനത്ത തീരുവ ഏർപ്പെടുത്തുകയും അതിൽ നിന്ന് കൂടുതൽ സാമ്പത്തികം ഉറപ്പിക്കാം എന്ന രീതിയിലേക്ക് ട്രംപ് നോക്കിക്കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ അത് ആ രീതിയിൽ ഉള്ള നടപടികൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അടക്കം രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ അതും വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ കൂടി അത് വെച്ച് ചേർത്ത് വായിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നേരത്തെ ഫെഡറൽ കോടതി എടുത്ത നിലപാട് നമുക്കറിയാം. അതേ രീതിയിലാണോ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി ഉണ്ടാകുന്നതെങ്കിൽ അത് ട്രംപിന് കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ച് 1977 എമർജൻസി എക്കണോമിക്സ് ആക്ട് പ്രകാരമാണ് ഈ ഒരു തീരുവ നയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ആ ഒരു നിയമം തന്നെ വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കോടതി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താം. പക്ഷേ ഇങ്ങനെ അധിക തീരുവ അത് നികുതി ചുമത്തിക്കൊണ്ട് ഒരു തരത്തിലും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഈ രീതിയിലുള്ള നടപടി ഒരു ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്വയമേ തീരുമാനിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ് അടക്കം ചർച്ചകൾ ചെയ്ത് സെനറ്റിലേക്കടക്കം ഈ വിഷയം പറഞ്ഞാൽ അത് അവിടെയും പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്തി അത് വോട്ടെടുപ്പിനിട്ട് അത് ഒരു നിയമമായി മാറിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടികളിലേക്ക് ഏകാധിപതിയെ പോലെ ട്രംപിന് ഒരിക്കലും അങ്ങനെ നീങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില സംശയങ്ങളും കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലാകാം ഈ വിഷയത്തിൽ ട്രംപിനെ തിരിച്ചടിയാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങാം. പ്രത്യേകിച്ച് സ്നാപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആ തുക $350 എന്ന അനുപാതത്തിലാണ് മാസാമാസം ഓരോ ദരിദ്ര പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത്. അവർക്ക് സ്നാപ്പ് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ആ പദ്ധതി ഇതുവരെയും അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആ സ്നാപ്പ് പദ്ധതി മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതടക്കം മുടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടിൽ നിന്നും ഈ തുക വകമാറ്റി ചെലവഴിക്കണം എന്നുള്ള നിർദ്ദേശം ഫെഡറൽ കോടതി ഒരു വിധിയായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികമായി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല. ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഒരു തരത്തിലും ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നിലവിൽ ഈ റിപ്പോർട്ട് പ്രകാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നുള്ളതാണ്. ആര്യ. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. US ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. ഇന്ന് വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ US നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ ചേരാനുള്ള കരാറിൽ ഷറ ഒപ്പുവെക്കുമെന്ന് സിറിയയിലെ US പ്രതിനിധി ടോം ബറാക്ക് ഈ മാസം ആദ്യം അവകാശപ്പെട്ടിരുന്നു. ഷറയെ വെള്ളിയാഴ്ചയാണ് US കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന്
വെള്ളിയാഴ്ചയോടുകൂടി പുറത്താക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സിറിയൻ പ്രസിഡന്റ് എത്തുകയാണ് വൈറ്റ് ഹൗസിലേക്ക്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൂടിക്കാഴ്ച അല്ലേ? അതെ, തീർച്ചയായിട്ടും. US $10 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്ന ഭീകരനാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. ഈ അഹമ്മദ് അൽഷറ എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് സിറിയയിൽ ഒരു വിമത നീക്കത്തിലൂടെ അദ്ദേഹം അധികാരം പിടിച്ചടക്കുന്നത്. 1946 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സിറിയൻ പ്രസിഡന്റ് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. ഇതാദ്യമായിട്ടാണ്. ഇതിന് മുൻപേ കഴിഞ്ഞ മെയ് മാസം US പ്രസിഡന്റിനെ അന്ന് ഇപ്പോൾ ഈ സിറിയയുടെ ഒരു അധികാരത്തിലിരുന്നയാൾ അവിടുത്തെ ഒരു താൽക്കാലിക പ്രസിഡന്റ് നേരിട്ട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് നിലവിൽ അവിടുത്തെ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി നിലവിൽ അമേരിക്കയിലെത്തി ട്രംപിനെ കാണുന്നത്. ഈ അഹമ്മദ് അൽഷറ അദ്ദേഹം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിറിയയിലുള്ള അൽ ഖ്വയ്ദയുടെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹയാത്ത് തഹ്രി അൽ ഷാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയധികം ഒരു ഭീകര പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ വലിയ സ്വീകരണം ലഭിക്കുന്നു. അദ്ദേഹം ശനിയാഴ്ചയാണ് അവിടെ എത്തിയത്. ശനിയാഴ്ച അദ്ദേഹം അമേരിക്കയിലെത്തി അമേരിക്കയിലുള്ള സിറിയൻ വംശജരെ നേരിട്ട് കാണുകയും അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നാണ് US പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെ കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതായത് ഒന്ന്, ഈ IS-നെതിരായിട്ടുള്ള പോരാട്ടം, ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള US-ന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംഘടന. ഈ സംഘടനയിൽ സിറിയയും ഭാഗമാകും എന്നാണ് വിവരം ലഭിക്കുന്നത്. 2014 US ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഒരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. 88 രാജ്യങ്ങളാണ് നിലവിൽ ഈ സംഘടനയിലുള്ളത്. അപ്പോൾ ഇതിൽ സിറിയയും കൂടി ഭാഗമാകും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്ന് തന്നെ ആ കരാറിൽ ഒപ്പുവയ്ക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയയിലുള്ള ഒരു എയർബേസാണ് ഡമാസ്കസ്. അപ്പോൾ ഈ ഡമാസ്കസിൽ US-ന്റെ ഒരു പ്രത്യേക ഒരു നിയന്ത്രണത്തിലുള്ള എയർബേസ് അവിടെ സ്ഥാപിക്കാനായിട്ടുള്ള ആലോചനകൾ അത് മുൻപ് തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരം ഒരു എയർബേസ് അവിടെ വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, ഇസ്രായേൽ ഗാസ വിഷയം, അപ്പോൾ ഇതിലെല്ലാം US-ന്റെ നേരിട്ടുള്ളൊരു നിയന്ത്രണം അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു നിരീക്ഷണം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡമാസ്കസിൽ ഒരു എയർബേസ് സ്ഥാപിക്കുക എന്നുള്ളത് US-ന്റെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു വഴി കൂടി ഇന്നത്തെ ഈ ഒരു ചർച്ചയിലൂടെ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ ഇത്തരമൊരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചേക്കാം. എന്നാൽ അക്കാര്യത്തിൽ അഹമ്മദ് അൽഷറയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഈ ഊഷ്മളമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആവശ്യം കൂടി പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. യെസ്, തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് നോക്കണം. വേഗം നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താൻ സാധ്യതയേറുന്നു. ചെന്നൈയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ധാരണയിലെത്തി എന്നാണ് സൂചന. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാം കറനും രാജസ്ഥാനിലേക്ക് പോകും. എൽദോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ഗുഡ് മോർണിംഗ്. CSK ഫാൻസിനെ സംബന്ധിച്ച്, സഞ്ജു സാംസൺ ഫാൻസിനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു നീക്കമാണ്? ഉറപ്പായിട്ടും വലിയ തോതിൽ ആവേശം നൽകുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് സഞ്ജു വി സാംസണിന്റെ വരവ്. കാരണം സഞ്ജു വി സാംസൺ ഒരുപാട് ആരാധകരുണ്ട് തമിഴ്നാട്ടിൽ, ചെന്നൈയിൽ. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള വലിയൊരു ആരാധക വൃന്ദം ചെന്നൈ സൂപ്പർ കിങ്സിനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ഫ്രാഞ്ചൈസിക്ക് പോലും അവരുടെ ആരാധക വൃന്ദത്തെ വിപുലീകരിക്കാനുള്ള വലിയ സാധ്യതയാണ് തെളിയുന്നത്. ഇനി ഈ ഡീലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഞ്ജു വി സാംസൺ നേരത്തെ തന്നെ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന അഭ്യൂഹമായിരുന്നു.
പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണിൽ സഞ്ജു വി സാംസൺ പരിക്കേറ്റ് പുറത്തായപ്പോൾ റയാൻ പരാഗ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആകുന്നു. മാത്രമല്ല വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാകുന്നു. അപ്പോൾ സഞ്ജുവിന് ടീമിൽ സ്ഥാനമുണ്ടാകുമോ, ഇനി എന്തിന് സഞ്ജു എന്നുള്ള ചർച്ചകൾ പോലും സജീവമായി. പല മത്സരങ്ങളിലും സഞ്ജു പരിക്കേറ്റ് പുറത്തിരുന്നപ്പോൾ ഉജ്ജ്വല ഫോമിൽ വൈഭവും ജയ്സ്വാളും ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർത്തത് സഞ്ജുവിന്റെ സ്ഥാനത്തെ ഏറെക്കുറെ ചോദ്യചിഹ്നമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് പിന്നാലെ ടീം മാനേജ്മെന്റുമായി അത്ര അടുപ്പം നിലനിർത്താനും സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇതേ തുടർന്നാണ് സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാടെടുത്തത്. കൊൽക്കത്തയുമായി സഞ്ജു ചർച്ച നടത്തിയിരുന്നു, ഡൽഹി ക്യാപിറ്റൽസുമായി സഞ്ജു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും മികച്ച ഓപ്ഷൻ അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെ സഞ്ജു വി സാംസണും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള സമയത്ത് ഇപ്പോൾ രാജസ്ഥാനും ചെന്നൈയും ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാജസ്ഥാൻ അവിടെ വെച്ച ഒരു ഡിമാൻഡ് സഞ്ജുവിനെ നൽകണമെങ്കിൽ അവിടെ രവീന്ദ്ര ജഡേജയും ഒപ്പം ഡെവാൾ ബ്രവിസിനെയും തിരികെ നൽകണം എന്നുള്ളതാണ്, പകരം നൽകണം എന്നുള്ളതാണ്. പക്ഷേ ഡെവാൾ ബ്രവിസിനെ നൽകാൻ തയ്യാറല്ല എന്ന് ചെന്നൈ അറിയിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സാം കറനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സാം കറനും രവീന്ദ്ര ജഡേജയും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകും, പകരം സഞ്ജു വി സാംസൺ ചെന്നൈയിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇനിയുള്ളത് നടപടിക്രമങ്ങളാണ്. IPL ഗവേണിംഗ് കൗൺസിലിന് 3 താരങ്ങളുടെയും സമ്മതപത്രം നൽകണം. മാത്രമല്ല 2 ഫ്രാഞ്ചൈസികളും തമ്മിലുള്ള ധാരണാപത്രവും IPL ഗവേണിംഗ് കൗൺസിൽ നൽകണം. അതിനുശേഷം മാത്രമേ തീരുമാനം ഔദ്യോഗികമാവുകയുള്ളൂ. എന്നാണെങ്കിലും സഞ്ജു വി സാംസൺ അടുത്ത സീസണിൽ മഞ്ഞ ജേഴ്സിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന്റെ ടീമിനൊപ്പം സഞ്ജു കൂടി ചേരുന്നത് വലിയ ആവേശവും ആകാംക്ഷയും നൽകും IPL മലയാളി പ്രേമികൾക്ക് എങ്കിലും അറിയാം. യെസ്, തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു താര കൈമാറ്റമാണ് നടക്കാൻ പോകുന്നത്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ട്. പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായി യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SITയിലെ പ്രസവശേഷം ആരോഗ്യനില മോശമായ യുവതി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് അണുബാധയുണ്ടായെന്ന വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ചികിത്സാ പിഴവെന്ന ആരോപണത്തിൽ കുടുംബാംഗങ്ങളും ഉറച്ചു നിൽക്കുന്നു. സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ സർക്കാരിന് സമർപ്പിച്ചേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും. ജോയിന്റ് DMEയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ വേണുവിന് നൽകിയെന്ന കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുള്ളത്. കേസ് ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതേസമയം വേണുവിന്റെ ശബ്ദ സന്ദേശം സംബന്ധിച്ച് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തത വരുത്തണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. സംഘത്തിന്റെ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് DMEയുടെ നിലപാട്. ഇതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുക. അതേസമയം ആദ്യം ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണുവിന്റെ കുടുംബം. ചികിത്സാ പിഴവ് തന്നെയാണ് നടന്നിട്ടുള്ളത്. മതിയായ ചികിത്സ നൽകിയിട്ടില്ല. ആൻജിയോഗ്രാം പോലും നൽകാൻ തയ്യാറായില്ല. അത്തരത്തിൽ കടുത്ത അവഗണനയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തങ്ങൾ നേരിട്ടത്. അതുകൊണ്ടാണ് വേണുവിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് സിന്ധു കഴിഞ്ഞ ദിവസവും നമ്മളോട് ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അനുകൂലമായൊരു തീരുമാനം, വേണുവിനും കുടുംബത്തിനും നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു തീരുമാനം, ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നും ഇന്നലെ സിന്ധു വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ച. ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്നതാണ് ഡോക്ടർമാർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകും.
ഇനി ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ അപ്ഡേറ്റ്സിലേക്ക് എത്തിയാൽ കേസിലെ മുഖ്യപ്രതികളായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. രണ്ടുപേരെയും ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. അതേസമയം സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെതിരെ SITയുടെ തുടർ നീക്കം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മണ്ഡലകാലം തുടങ്ങുന്ന 17-ന് മുൻപ് സന്നിധാനത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെയും അംഗമായി മുൻ മന്ത്രി കെ രാജുവിനെയും നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും. CPM നോമിനിയായാണ് ജയകുമാർ ബോർഡിന്റെ തലപ്പത്ത് എത്തുന്നത്. CPIയുടെ പ്രതിനിധിയായാണ് രാജു എത്തുന്നത്. നിയമന ഫയലിൽ ഒപ്പിട്ട ശേഷം വിജ്ഞാപനം പുറത്തിറങ്ങും. നിലവിലെ ബോർഡിന്റെ കാലാവധി 12-ന് അവസാനിക്കും. 13-ന് പുതിയ പ്രസിഡന്റും അംഗവും ചുമതല ഏറ്റെടുക്കും. ഇനി ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 122 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. നവംബർ 6-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 121 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. 64.46% പോളിംഗ്. നാളെ വൈകിട്ട് മുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ റെക്കോർഡ് പോളിംഗ് ആയിരിക്കാം പ്രധാനപ്പെട്ട മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അലിയ, തീർച്ചയായും. എന്തായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 64.66% എന്നുള്ളതാണ്. ഇത്തവണ രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ച് ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചത് അത് വളരെ സ്വീകാര്യമായി തന്നെയാണ് അവർ കാണുന്നത്, വളരെ അനുകൂലമായി തന്നെയാണ് അവർ കാണുന്നത്. സ്ത്രീ വോട്ടർമാരടക്കം കൂടുതൽ പേരുടെ വലിയ നിര കഴിഞ്ഞ ഈ ഒരു പോളിംഗിൽ പ്രകടമായി. അതൊക്കെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ചില പ്രതീക്ഷകളാണ് മുന്നണികൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ 122 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാനവട്ട ദിനത്ത് ഓടി നടന്നുകൊണ്ട് തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെറ്റ്വർക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നുള്ളതാണ്. 1309 സ്ഥാനാർത്ഥികളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ മത്സരങ്ങളുള്ളത്. അതിൽ 150-ൽ താഴെ മാത്രമാണ് സ്ത്രീ കാൻഡിഡേറ്റുകൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമെന്ന മുന്നണികൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ, കഴിഞ്ഞ തവണ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 60.15% എന്നുള്ളതായിരുന്നു. ആ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ പ്രത്യേകിച്ച് RJDയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും നിർണായകമാണ് എന്നുള്ളതാണ്. ഈ മൂന്ന് പാർട്ടികൾക്കുമാണ് ഇത്തവണത്തെ ഈ 122 മണ്ഡലങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലഭ്യമായിട്ടുള്ള ആ സീറ്റുകൾ ഇത്തവണ തങ്ങളുടെ പക്കൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസവും മണ്ഡലത്തിലുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി NDAക്ക് വേണ്ടി കളത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു ജംഗിൾ രാജിലേക്ക് പോകണോ അല്ലെങ്കിൽ വികസനത്തിന്റെ പാതയിലേക്ക് ബീഹാർ പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശമാണ്, അങ്ങനെ ഒരു ആഹ്വാനമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും നാളെ ആണ് വിധിയെഴുത്ത്. അതിനുശേഷം 14-ന് വോട്ടെണ്ണലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും നാളെ വൈകിട്ട് മുതൽ വന്നു തുടങ്ങും. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ഇന്ന് മുതൽ സർവീസ് നിർത്തിവെക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിൽ പ്രതിഷേധിച്ചാണ് ബസ് സർവീസ് നിർത്തിവെക്കുന്നത്. ഇതോടെ കേരളത്തിൽ നിന്നുള്ള ബംഗളൂരു, ചെന്നൈ യാത്രക്കാർ ദുരിതത്തിലാകും. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ നിങ്ങളെ പറ്റിച്ച പോലെ സലീം ക പറ്റിക്കില്ല. ഇങ്ങനെ പറയുന്നത് മെസ്സി തന്നെയാണ്. ലയണൽ മെസ്സി അല്ല. ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീമിന് വേണ്ടി AI വഴി നിർമ്മിച്ച മെസ്സിയാണെന്ന് മാത്രം. മലപ്പുറം ഒതുക്കുങ്ങലിൽ നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ സലീംക നിങ്ങളെ പറ്റിക്കില്ല. നാടിന്റെ വികസന തുടർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീം സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക. ലയണൽ മെസ്സി മലയാളത്തിൽ വോട്ട് ചോദിച്ചത് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ KP സലീമിന് വേണ്ടി.
സലീമിക്ക തന്നെ ചേരുന്നുണ്ട്. സലീമിക്ക, ഒരൊറ്റ പരസ്യം കൊണ്ട് അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ കൊണ്ട് ഇപ്പോൾ ഈ വാർഡിൽ മാത്രമല്ല എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു അവസ്ഥയല്ലോ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിക്കാത്തതാണ്, ഇത്രയും വൈറലാവുന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ 24 മണിക്കൂറായപ്പോഴത്തിന് 1 മില്യൺ കടന്നു എന്നാണ് കാണിക്കേണ്ടത്. ഇന്നത്തെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഇന്നലെ വരെ. അതുപോലെ മെസ്സിനെ വെച്ച് ചെയ്യാനുള്ള കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മന്ത്രി അബ്ദുറഹ്മാൻ നമ്മളെ പറ്റിച്ചു. അതായത് 2 പ്രാവശ്യം മെസ്സി വരുന്ന പറഞ്ഞുകൊണ്ട് വന്നില്ല. കുട്ടികളൊക്കെ നിരാശയിലാണ്. അപ്പം ഞാനിവിടെ മത്സരിച്ചിട്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങൾ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇന്നെക്കൊണ്ട് കഴിയണ വാഗ്ദാനങ്ങൾ എൻ്റെ ആയുസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മതം നോക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. പിന്നെ ഞാനിവിടെ എൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളത് എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യമാണ്. എൻ്റെ 5 വർഷ ശമ്പളം ഞാൻ ഈ നാട്ടിൽ ഒരുപാട് ഈ 2ാം വാർഡിൽ ഒരുപാട് രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ക്യാൻസർ, കിഡ്നി രോഗികൾ, ഇവർക്ക് കൊടുക്കുക എന്നുള്ള ഞാൻ ഈ 5 വർഷത്തെ ശമ്പളം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് അതുകൊണ്ട് 1 ഉറുപ്പ്യം വേണ്ട. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് 1 ഉറുപ്പ്യം വേണ്ട. പക്ഷേ നമുക്ക് അബ്ദുറഹ്മാൻ ഇത് പറ്റിച്ചതുകൊണ്ട് നമ്മൾ മെസ്സിനെ വെച്ച് കാണ്ടേനെ ഞാൻ ഈ 2ാം വാർഡിൽ ഒരാളെയും പറ്റിക്കൂല. ഈ AI വന്നുകൊണ്ട് ഇപ്പൊ നമ്മൾ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള പ്രചരണമാണല്ലോ ഇക്കുറി ഉണ്ടാവുക. അതിലിപ്പോൾ ആദ്യം തന്നെ മെസ്സി ഇറക്കിയിട്ട് നിങ്ങൾക്ക് പ്രചരണത്തിന് ഒരു മുൻതൂക്കം കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? കുറച്ച്, അതായത് ഞാനിപ്പോൾ പര്യടനം നടത്തി ഏകദേശം 1 റൗണ്ട് പൂർത്തിയായി. 1 റൗണ്ട് ഇപ്പോൾ നല്ല അനുകൂലങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ സ്ഥാനാർത്ഥി ഇവിടെ പിന്നെ ഫൗസിയ പാലേരി 300 വോട്ടിന്, ഞങ്ങൾ 8 വോട്ടിന് ലീഡ് തുടങ്ങിയതാണ് ഇവിടെ. ഇന്നിപ്പോൾ അത് 300 വോട്ടാണ്. അത് ഞങ്ങൾ 500 ആക്കാൻ പറ്റുന്നുള്ളതിലാണ്. ഞാൻ ഇതുവരെ 1 റൗണ്ട് പൂർത്തിയായപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും, ഇടതുപക്ഷ ഭാഗത്തുനിന്നും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഭാഗത്തുനിന്നും എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. മെസ്സിക്ക് പുറമെ വേറെ കളിക്കാരൊക്കെ ഇറക്കേണ്ടി വരും. അങ്ങനെയില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു മെസ്സിനെ മാത്രം ആരാധിക്കണമല്ല, നമ്മളൊരു ഫുട്ബോൾ പ്രേമിയാണ്. നെയ്മർ, എംബാപ്പ, റൊണാൾഡോ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മെസ്സിനെ തിരിക്ക് വലിച്ചിട്ടുള്ള കാരണം മെസ്സിനെ വെച്ചിട്ടാണ് മന്ത്രി നമ്മളെ ശരിയാക്കിയത്. അപ്പോൾ അത് വെച്ച് കണ്ടാണ് മെസ്സിനെ വിട്ടുകൊടുത്തത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കണ്ട് നമ്മളെ ചെയ്യണില്ല. ഇപ്പോൾ ഈ മീഡിയ വിങ്ങിൻ്റെ ബാക്കിൽ നമ്മളെ KMCCൻ്റെ കുട്ടികളും ഇവിടുത്തുള്ള ഒരു 40 ആൾക്കാരാണ് ഈ മീഡിയ വിങ്ങിലുള്ളത്. അതിലിതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ മുനീർ എന്ന ആളാണ് ഇതിൻ്റെ അഡ്മിനും കാര്യങ്ങളും. അപ്പോൾ നമ്മളെ സംഘടനക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ഇത് വിജയം വരട്ടെ എന്നുള്ളതിൽ പരമ്പരാഗത രീതികൾക്ക് അപ്പുറത്ത് പ്രചരണത്തിന് പുതിയ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ. അതെ, പുതിയ വഴികൾ. ഇന്നത്തെ യുവാക്കൾക്ക് ആവശ്യം അതാണല്ലോ. പഴയ കാലങ്ങളൊക്കെ പോയില്ലേ. അപ്പം പുതിയ ഒരു വഴി കണ്ടെത്തുക, ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക. പല പ്രശ്നങ്ങളും നമ്മുടെ വാർഡിലുണ്ട്. ഏകദേശം 3 കോടിൻ്റെ വികസനം പഞ്ചായത്തിൻ്റെ ഫണ്ടേനെ ഈ വാർഡിൽ മുൻ മെമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്ന് പോകണം. അതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. ആണെങ്കിലും എയുടെ കാലത്ത് ഇനിയും ഒട്ടേറെ ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. മെസ്സിക്ക് പുറമെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ നെയ്മറും ഒക്കെ വോട്ട് ചോദിക്കാൻ സാധ്യത. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഇപ്പോൾ ഈ വാർഡിൽ മാത്രമല്ല കേരളം മുഴുവൻ വൈറലാണ്. അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇനി നമ്മൾ രാവിലെയിൽ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. പത്തനാപുരം മങ്കോട് സ്വദേശി രതീഷ് കുമാറിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ രതീഷിന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും കുടുംബത്തിന്റെ ആശംസകൾക്കൊപ്പം തന്നെ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനം ആഘോഷിക്കുന്ന അമ്മു എന്ന വൈഗ ഉന്മേഷിന് ജന്മദിന ആശംസകൾ നേരുന്നത് മാമൻ വിപിൻ വെള്ളിയാട്ടും അമ്മായിയും അമ്മമ്മയുമാണ്. പിന്നെ ഒപ്പം വിനയും കൃതികയുമാണ്. ചേലക്കരയിൽ നിന്നാണ് വൈഗ മോൾക്ക് ആശംസകൾ ഇവരെല്ലാം അറിയിക്കുന്നത്. ന്യൂസ് 18 കുടുംബത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ അരുൺ പള്ളിപ്പുറത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ പ്രത്യേക ആശംസകൾ അറിയിക്കണമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അരുൺ ചേട്ടന്റെ വൈഫ് അജീഷ്മയാണ്. അപ്പോൾ അജീഷ്മയുടെ ജന്മദിന ആശംസകൾ അറിയിക്കുന്നതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ന്യൂസ് 18 കുടുംബത്തിനെ എല്ലാവരുടെ സ്നേഹവും ആശംസകളും എല്ലാം അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയുടെ സമയം ഇനി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പ്രേക്ഷകർ വാർത്തകൾക്കൊപ്പം ന്യൂസ് 18നോടൊപ്പം തുടരുക. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.